ഞാൻ അലീന. നിങ്ങളൊരു കാര്യം അറിഞ്ഞോ? ഈ വരുന്ന ജാനുവരി 26 നമ്മുടെ സ്വന്തം ദുബായിൽ വെച്ച് അലീസ ഇവന്റ്സ് ഒരു ഫാഷൻ വർക്ക്ഷോപ്പ് നടത്തുന്നുണ്ട്. പോപ്പുലർ ഫാഷൻ നമ്മൾ കൊച്ചിയിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വൃത്തികെട്ട ഒരു പരിപാടി കാണാറുണ്ട്. വേറെ ഒന്നുമല്ല, കുറേ ആൾക്കാർ കൂടിയിട്ട് ഇങ്ങനെ മറ്റേ ഇതിൻ്റെല്ലോ ലുലു മാളിലൊക്കെ പോയിട്ട് ഇങ്ങനെ നടന്ന് ഇങ്ങനെ തിരിഞ്ഞ് ഇങ്ങനെ വീണ്ടും നടക്കും. അതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ ഇപ്പോഴത്തെ വേഷം കെട്ടി നടക്കുന്ന ടീമുകളുണ്ട്. അതായത് ആണുങ്ങളായിരുന്നു, മര്യാദയ്ക്ക് ജോലി ചെയ്യുന്നവരായിരുന്നു. അത് കഴിഞ്ഞതിൽ പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവറ്റകൾ വേഷം കെട്ടാൻ തുടങ്ങിയതിൽ പിന്നെ ഒരു ജോലി പോലും ചെയ്തിട്ടില്ല. അതിനു മുമ്പേ എന്ന് പറഞ്ഞാൽ ഹോട്ടലിൽ പ്ലേറ്റ് കഴുകിയിട്ടുണ്ട്, ഹോട്ടലിൽ വെയിറ്ററായിട്ടുണ്ട്. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ തടിയാനെങ്കിൽ പണിയെടുത്തവരുണ്ട്, പശുവിനെ വളർത്തിയവർ വരെയുണ്ട്. പക്ഷേ പിന്നീട് വേഷം കെട്ടലിലേക്ക് മാറിയതിന് ശേഷം ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് എന്ന് പറഞ്ഞാൽ മോഡലുകളായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ മോഡലുകളാണെങ്കിലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടക്കിഴങ്ങി ചേർന്ന് എല്ലാ ലുലു മാളിൻ്റെയോ ഏതെങ്കിലും ഒരു മാളിൻ്റെ ഉള്ളിൽ പോയിട്ട് പിന്നീട് പാഷൻ ഷോ എന്നുള്ള ഒരു ഇതിൽ ഇങ്ങനെ നടക്കുന്നതാണ് നമ്മളെല്ലാവരും കാണുന്നത്. ഇതിൻ്റെ അകത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ സെലിബ്രിറ്റികൾ ഉണ്ടാകും. അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ നമ്മുടെ ഇപ്പോഴത്തെ പുതിയ സെലിബ്രിറ്റികളില്ലേ അവറ്റകൾ ഉണ്ടാകും. പിന്നീട് എന്ന് പറഞ്ഞാൽ ഇവറ്റകളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരുത്തം ദത്തെടുത്തിട്ട് വല്ല ഗൾഫ് രാജ്യത്തേക്ക് എവിടെയെങ്കിലും കൊണ്ടുപോകും. അവിടെ എത്തിയിട്ട് ഏതെങ്കിലും ഒരു ഹോട്ടലിൽ പാർപ്പിച്ചിട്ട് ആ പണി തന്നെയാണ് എടുപ്പിക്കുന്നത്. അതിനിപ്പോഴും എന്ന് പറഞ്ഞാൽ ആരെന്ത് പറഞ്ഞു കഴിഞ്ഞാലും ഇതാണ് ഇവിടെ നടക്കുന്നത്. അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഇത് കാണാൻ വേണ്ടിയിട്ടൊന്നും ആരും വരുന്നില്ല. അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാണാൻ വരുന്നവൻ കൃത്യമായിട്ട് റേറ്റ് ഇട്ട് അതൊക്കെ എന്ന് പറഞ്ഞാൽ നേരെ കൊണ്ടുപോയിട്ട് ദുബായിലുള്ള ഏതെങ്കിലും ഹോട്ടലിൽ അവിടെ ഏതെങ്കിലും ഒരു റൂമിൽ ഏതെങ്കിലും ഒരുത്തൻ്റെ ബി കണക്കിൽ അവിടെ ഉണ്ടാകും. അതാ എനിക്ക് പറയാനുള്ളത്. അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊന്നും അല്ല. ഇത് ഞാൻ പറഞ്ഞതല്ല. ഏതായാലും പോലീസ് ഇതിൻ്റെ ഒരു വലിയൊരു കൊണാണ്ടർത്തീനെ പൊക്കിയിട്ടുണ്ട്. ആ കൊണാണ്ടർത്തീൻ്റെ വാക്ക് കേട്ട് കഴിഞ്ഞാൽ തന്നെ നമുക്കതിൻ്റെ സത്യം പറഞ്ഞ ബോഡി ഷെയിമാന്ന് നിങ്ങൾ ഇതാക്കരുത് കേട്ടാ. അതിനെ കണ്ടു കഴിഞ്ഞാൽ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഛർദ്ദിയമ്മായിയാണ്. അപ്പം അമ്മായി പറയുന്ന കാര്യങ്ങൾ നമുക്കൊന്ന് കേൾക്കാം. അമ്മായി നിരവധി ഇതുപോലെയുള്ള സെലിബ്രിറ്റികളെ കൊണ്ടുപോയിട്ടുണ്ട്. ചിലപ്പോൾ നമ്മളെ സെലിബ്രിറ്റി ഉണ്ടോയെന്ന് അറിയില്ല കേട്ടാ. ഏതായാലും കേട്ടിട്ട് വരാം. നിങ്ങളൊരു കാര്യം അറിഞ്ഞോ? ഈ വരുന്ന ജാനുവരി 26 നമ്മുടെ സ്വന്തം ദുബായിൽ വെച്ച് അലീസ ഇവന്റ്സ് ഒരു ഫാഷൻ വർക്ക്ഷോപ്പ് നടത്തുന്നുണ്ട്. പോപ്പുലർ ഫാഷൻ ഡയറക്ടർ കൊറിയോഗ്രാഫർ ഗ്രൂമറായ ഡാൽ കൃഷ്ണദാസാണ് ഈ പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്നത്. സോ നിങ്ങൾക്ക് പറഞ്ഞൊരു താല്പര്യം ഉണ്ടാവില്ലേ? എന്നാൽ ഉടൻ തന്നെ താഴെ കാണുന്ന നമ്പറിലേക്ക് രജിസ്ട്രേഷൻ ചെയ്തോളൂ. പിന്നെ വേറൊരു കാര്യം കൂടിയുണ്ട്. ഈ വർക്ക്ഷോപ്പിൽ നിന്ന് സെലക്ട് ചെയ്യുന്ന കുറച്ച് അടിപൊളി മോഡൽസിന് ദുബായിൽ തന്നെ ഫെബ്രുവരി 1 നടക്കുന്ന ഇന്റർനാഷണൽ ഫാഷൻ ഷോയിൽ അവാർഡ് ചെയ്യാനുള്ള സുവർണാവസരം. സോ ഡോണ്ട് മിസ് ഇറ്റ്. ഹറി അപ്പ്, സ്റ്റേ ട്യൂൺ. ബൈ. ആലോചിച്ച് നോക്കാറ. ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്ത്രീ പോലീസിന്റെ കസ്റ്റഡിയിലാണുള്ളത്. അതായത് ഇവർ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് മോഡലുകളെ ഞാൻ ദുബായിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. പിന്നെ അവിടെ വെച്ചിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല 10 മോഡലുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വെച്ചടി കയറ്റാണ്. അതായത് ഇവിടെ നിന്നൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലതരം വേഷങ്ങളും കെട്ടിയിട്ട് പോകുന്ന പല സെലിബ്രിറ്റി എന്ന് പറയുന്ന പല ടീമുകളും കെട്ടുകണക്കിന് രൂപകൾ ഇങ്ങോട്ട് കൊണ്ടുവരുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ ഇതുപോലെയുള്ള നാറിയ പണികൾ തന്നെയാണ്. വേറെ ഒന്നുമല്ല. ഇതുപോലെയുള്ള കുറേ ടീമുകൾ ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട്. പണ്ടൊക്കെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ബസ് സ്റ്റാൻഡ് പരിസരത്തോ ഇല്ലെങ്കിൽ റെയിൽവേ സ്റ്റേഷൻ്റെ പരിസരത്തോ ഒക്കെയാണ്. ഇപ്പോൾ അതൊക്കെ വിട്ടിട്ട് എന്ന് പറഞ്ഞാൽ ദുബായ് മാർക്കറ്റിലേക്ക് മാറിയിരിക്കുകയാണ്. നമുക്കെല്ലാവർക്കും അറിയാം ദുബായിൽ ഏറ്റവും കൂടുതൽ വൃത്തികെട്ട പരിപാടി ചെയ്യുന്നത് മലയാളികൾ തന്നെയാണ്. അവിടെ മലയാളികളാണ് ഇതിൻ്റെയൊക്കെ പിന്നിൽ നിന്ന് നമുക്കെല്ലാവർക്കും അറിയാം. എന്തിനധികം പറയുന്ന ആസിഫ് അലീൻ്റെ കുറച്ച് നാൾ മുമ്പ് ഒരു സിനിമ ഇറങ്ങിയിനി. ആ സിനിമയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോക്കറ്റ് തോട്ടയാക്കിയിട്ട് അതിൻ്റെ അകത്ത് നമ്പർ മസാജ് എന്നിട്ട് എന്ത് ചെയ്യും കുറേ സിനിമാ താരങ്ങളുടെ ഫോട്ടോയും ഒട്ടിച്ചിട്ട് ഇവനിങ്ങനെ വേറിക്കൊണ്ട് നടക്കുകയാണ് പണി. അതായത് പോക്കറ്റ് തോട്ടയാക്കിയിട്ട് ഇതിന് പൈസയുണ്ട്. അതും ചെയ്യുന്നത് മലയാളികൾ തന്നെയാണ്, വേറെ ആരുമല്ല. അതിൻ്റെ പിന്നെ ഫോണിൽ അന്വേഷിച്ച് കഴിഞ്ഞാലും മലയാളികൾ തന്നെയാണ്, വേറെ ആരുമല്ല. മലയാളികൾ എന്ന് പറയുന്ന കുറേ കൂറകളാണ് ഇതിൻ്റെ പുറകിൽ നിന്ന് നമുക്കെല്ലാവർക്കും അറിയാം. എവിടെ ചെന്ന് കഴിഞ്ഞാലും മലയാളികളെ നല്ല രീതിയിൽ ജോലി ചെയ്ത് ജീവിക്കുന്ന പ്രവാസികളെ നാറ്റിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെയുള്ള കുറേ കൂറകളും ഗൾഫ് നാടുകളിലുണ്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഇവിടെ നിന്നും കൊണ്ടുപോകുന്ന എല്ലാത്തിനെയും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം തന്നെ മദ്യം കൊടുക്കും. മദ്യം കുടിക്കാനുള്ള മനസ്സ് നിങ്ങൾ ആരും ഇതാക്കരുത് കേട്ടോ. ഇവിടുന്ന് ഓരോരുത്തർ പോയിട്ട് എന്ന് പറഞ്ഞാൽ മദ്യപിക്കുകയും അതുപോലെ തന്നെ ബാറിൽ ഡാൻസ് ചെയ്യുകയും പിന്നെ എന്ന് പറഞ്ഞാൽ പേക്കൂത്ത് നടത്തുന്നതൊക്കെ നമ്മൾ കാണുന്നതാണ്. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ കുടിക്കാൻ കൊടുത്ത മദ്യം പെട്ടെന്ന് തന്നെ കുടിക്കും.
അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ എന്തൊക്കെ കിട്ടും അതൊക്കെ വലിക്കും. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം അർദ്ധബോധാവസ്ഥയിലാകും. പിന്നെ ഇതിനെയും കൂട്ടിയിട്ട് ഏതെങ്കിലും ആരെങ്കിലും എവിടെന്നെങ്കിലും എന്ന് പറഞ്ഞ് ഏതെങ്കിലും റൂമിലേക്ക് പോകും. അവിടെ കിടന്നിട്ട് പിന്നീടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള ടണ്ടര അണ്ടങ്കാട്ടി കൊണ്ടക്കാരി ഇതാണ്. അത് കഴിഞ്ഞതിന് ശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വീടുകളിലേക്ക് നഗ്നമായിട്ടുള്ള ഫോട്ടോസ് അയച്ചു കൊടുക്കും എന്നുള്ള ഭീഷണിയാണ്. അതായത് കുടിക്കുന്നതും വലിക്കുന്നതുമായിട്ടുള്ള കുടി വേറെയും അങ്ങനെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ ഒരു ചെറിയ തുകക്ക് വേണ്ടി വരികയും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ കൊച്ചിയിൽ ഏതോ ഒരു മൂലയിൽ കിടന്നിട്ട് ചില ഡാൻസ് വിഡ്ഢിവേഷങ്ങൾ കെട്ടുകയും അങ്ങനെയൊക്കെ ചെയ്ത ടീമുകൾ ദുബായിൽ വന്നിട്ട് പിന്നീട് അനങ്ങാൻ പറ്റാത്ത സ്ഥിതിയിലായിട്ടുണ്ട്. അതാണ് ഞാൻ പറയുന്നത്. ചില സെലിബ്രിറ്റികളുടെയൊക്കെ കളി കാണുമ്പോഴേ അവരാരുടെയൊക്കെയോ ഭീഷണിയിലാണ് ഇതൊക്കെ ചെയ്യുന്നത്, ആരുടെയൊക്കെയോ ഭീഷണിയുടെ ഫലമായിട്ടാണ് അവരിതൊക്കെ ചെയ്യുന്നത് എന്ന് നമുക്ക് സംശയം തോന്നിയിട്ടില്ലേ? ആ സെലിബ്രിറ്റി ആയാലും ഏത് സെലിബ്രിറ്റി ആയി കഴിഞ്ഞാലും ഇവിടെ നിന്ന് പോകുമ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ പാവപ്പെട്ടൊന്നും അങ്ങനെ ഇങ്ങോട്ട് വരുമ്പോഴേ ഒരുപാട് വലിയ ഇതായിട്ടൊക്കെ ഞാൻ പറഞ്ഞല്ലോ ഇതിൻ്റെ ഉള്ളിൽ അന്താരാഷ്ട്ര മാഫിയകളാണ് ഉള്ളിലുള്ളത്. അതുകൊണ്ട് തന്നെ ഇവർക്കൊന്നും ഒരു രക്ഷയുമില്ല. ഇനിയിപ്പോഴും വിളിക്കുമ്പോൾ ദുബായിൽ പോകേണ്ടി വരും. അതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സ്ത്രീനെ അതിനെ പൊക്കിയിട്ട് എന്ന് പറഞ്ഞാൽ 2 ദിവസം കഴിഞ്ഞാൽ അതിനെങ്കിൽ ജാമ്യത്തിൽ വിടും. അതൊന്നും വലിയ കാര്യമൊന്നുമല്ല. 2 ദിവസം കഴിഞ്ഞാൽ അത് വീണ്ടും ദുബായിലേക്ക് പറക്കും. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പേര് ഇവരൊക്കെ കൊണ്ടുപോയിട്ടുണ്ടാകും. അവിടെ കൊണ്ടുപോയിട്ട് ഓരോ ഫ്ലാറ്റിലും ഓരോ റൂമിലും പാർപ്പിച്ചിട്ട് ആളുകളെ ഇങ്ങനെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിനിമ കാണാൻ കയറ്റുന്ന പോലെയല്ലേ കയറ്റുന്നത്. അപ്പോൾ അതിൻ്റെ അകത്തൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതലും മലയാളികൾ തന്നെയാണ്. കൂടുതലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് ഫാമിലി വരെ ഉണ്ട്. അതാണ് നിങ്ങൾ ആലോചിക്കേണ്ടത്. ഫാമിലി വരെ ഇമാതിരി തൊട്ടി ബിസിനസ്സിന് കൂട്ടുവയ്ക്കുന്നുണ്ട് എന്നുള്ളതാണ്. ചില സ്ഥലത്തൊക്കെ എന്ന് പറഞ്ഞാൽ ഫാമിലി ഫ്ലാറ്റുകൾ ഉണ്ടാകും. ആ ഫ്ലാറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഇത് ചെയ്യും, അതായത് ഡിവൈഡ് ചെയ്യും. വലിയൊരു റൂമായിരിക്കും, അത് 3 ഇതായിട്ട്. അതിലെന്ന് പറഞ്ഞാൽ ഫാമിലീസിൻ്റെ കൂടെ തന്നെ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള കൂതറ സംഭവങ്ങൾ കാണുന്നുണ്ട് എന്നാണ് എനിക്ക് ചില ആൾക്കാരൊക്കെ പറഞ്ഞു തന്നിട്ടുള്ളത്. അതായത് പല സംഭവങ്ങളുണ്ട് അവിടെ. മലയാളി ഫാമിലീൻ്റെ ഉള്ളിൽ പോലും എന്ന് പറഞ്ഞാൽ ഇതുപോലെയുള്ള കുത്തകളെ കൊണ്ടുവന്നിട്ട് മറ്റേ ഇത് നടത്തുന്നുണ്ട് എന്നാണ് കേൾക്കുന്നത്. അപ്പം അങ്ങനെയുള്ള ഒരുത്തിയെയാണ് ഇന്ന് പോലീസ് പിടികൂടിയത്. അതുകൊണ്ട് ഇനിയിപ്പോഴെല്ലാവരും ഭയന്നിരിക്കുകയാണ്. കാരണം വെച്ചാൽ ഇവളുടെ കസ്റ്റഡിയിൽ ഒരുപാട് പേരുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നഗ്നചിത്രങ്ങളുണ്ട്, ഒരുപാട് സെലിബ്രിറ്റി അമ്മായിമാരുടെ നഗ്നചിത്രങ്ങളുണ്ട്, ഒരുപാട് മറ്റേ താരങ്ങളുടെ ഇതുണ്ടാകും. അങ്ങനെ ഒരുപാടുണ്ടാകും. എല്ലാം എന്ന് പറഞ്ഞാൽ കൊച്ചിയിൽ പോയിട്ട് ഇങ്ങനെ നടന്നു പോകുന്നില്ല, വേഷം കെട്ടിയതും കെട്ടാത്തതും. എന്നിട്ട് അതിൻ്റെയൊക്കെ പേരെന്താ അറിയാം, മോഡലാണ്, പാഷൻ ഷോ ആണ്. എന്ത് ഊളത്തരാടോ ഇതൊക്കെ? പാഷൻ ഷോ ആണ്, മോഡലാണ്, ഊളത്തരങ്ങൾ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നിങ്ങളെല്ലാവരും ഒരു കാര്യം ആലോചിക്കണം. അതായത് ഇങ്ങനെയുള്ള ഒരുപാട് കൂതറകളുണ്ട് നമ്മുടെ ഇടയിൽ. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, നിങ്ങളെല്ലാവരും വളരെയധികം സൂക്ഷിക്കുക. പിന്നെ എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പിന്നെന്താ പറയേണ്ടത്, ഇപ്പോൾ ഇതിനെ ഒരാളെ മാത്രമാണ് പിടിച്ചിരിക്കുന്നത്. ഇതിൻ്റെ പിന്നിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാടെണ്ണം ദുബായിലും ഉണ്ട്. ദുബായിൽ വലിയ വലിയ ടീമുകളാണ്. ഇവിടെ അമ്മറും മറ്റേ വലിയ വലിയ വണ്ടികളും എടുത്ത് ഷൈൻ ചെയ്യുന്ന ടീമുകളൊക്കെ അവിടെ വ്യാപാരം മറ്റേതാണ്. അതാണ് നിങ്ങൾ ആലോചിക്കേണ്ടത്. അങ്ങനെ കുറേ ഫ്ലാറ്റുകൾ എടുത്തിട്ട് കുറേ എണ്ണം അവിടെ വ്യാപാരം നടത്തുന്നുണ്ട്. അവറ്റകളെല്ലാം പൂട്ടണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. പക്ഷേ അവിടെ വേറെയുണ്ട്. വേറെ എന്ന് വെച്ചാൽ ഇൻസ്റ്റഗ്രാമിലും മറ്റേലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് വരുമോ, ഇന്ന് വഴി ഞാൻ പറഞ്ഞു തരാം, ഞാൻ വന്നു കഴിഞ്ഞാൽ മറ്റേ ഇതാക്കി തരാം എന്നൊക്കെ പറഞ്ഞ് കുറേ എണ്ണം വേറെയുമുണ്ട്. എവിടെ നോക്കിക്കഴിഞ്ഞാലും മലയാളികൾക്ക് തല ഉയർത്തി നടക്കാൻ കഴിയാത്തത്ര ഭയങ്കരമായിട്ടുള്ള പ്രശ്നം തന്നെയാണ് അവിടെ ഉള്ളത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോ. നന്ദി, നമസ്കാരം.